ഇറങ്ങിയ തിയേറ്ററെല്ലാം പൂരപ്പറമ്പാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷാജിപ്പാപ്പൻ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇത് 100 കോടി എത്തുവോ, ആട് 1ഉം 2ഉം പ്രേക്ഷകരെ എങ്ങനെ സ്വീകരിച്ചു നമുക്കറിയാം. ആട് 3യും അതുപോലെ സ്വീകരിക്കുവോ, ഷാജിപ്പാപ്പനും പിള്ളേരും വന്നത് വെറുതെ ആകുമോ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം മലയാള സിനിമയുടെ നല്ലൊരു പങ്ക് ബിസിനസ്സും നടക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. അപ്പം അവിടെ തിയേറ്ററിലൊക്കെ ആളെത്തുമോ എന്നൊക്കെ സംശയങ്ങൾക്കിടയിലാണ് ഷാജിപ്പാപ്പനും പിള്ളേരും എത്തുന്നത്. പക്ഷെ സംശയങ്ങളെല്ലാം കാറ്റി പറത്തിക്കൊണ്ട് ഷാജിപ്പാപ്പനും പിള്ളേരും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഷാജിപ്പാപ്പന്റെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം 10 ദിവസം എത്തുമ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും ഷാജിപ്പാപ്പനും പിള്ളേരും 100 കോടി കവർ ചെയ്ത കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും. അതായത് 8 ദിവസം കൊണ്ട് ഷാജിപ്പാപ്പനും പിള്ളേരും 101 കോടി കളക്ട് ചെയ്തിരുന്നു. ഇപ്പം 10ാം ദിവസം എത്തി നിൽക്കുമ്പോൾ ഷാജിപ്പാപ്പനും പിള്ളേരും 105 കോടിയുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഗൾഫ് രാജ്യങ്ങളിലെ കളക്ഷനിൽ എല്ലാവരും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു എങ്കിൽ ഷാജിപ്പാപ്പനും പിള്ളേരും നേടിയ കളക്ഷനിൽ 60% ഗൾഫ് മേഖലകളിൽ നിന്നാണ്. അതായത് GCC കൺട്രി വിദേശ കളക്ഷനാണ് 60%. ബാക്കി മാത്രമാണ് നമ്മുടെ ഇന്ത്യൻ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ 10ാമത്തെ ദിവസം ഷാജിപ്പാപ്പനും പിള്ളേരും നേടിയിരിക്കുന്ന കളക്ഷൻ എത്രയാന്ന് വെച്ചാൽ 10ാമത്തെ ദിവസം കേരളത്തിൽ നിന്ന് 2.28 CR, അതായത് 1206 ഷോയിൽ നിന്ന് 39% ഒക്യുപ്പൻസിയിൽ 2.28 CR നേടിയിരിക്കുകയാണ്. വീക്കെൻഡ് കഴിഞ്ഞുള്ള ഫസ്റ്റ് വർക്കിംഗ് ഡേയിൽ ഷാജിപ്പാപ്പനും പിള്ളേരും ചെറുതായിട്ടൊന്ന് കിതച്ചായിരുന്നെങ്കിലും സ്റ്റഡി കളക്ഷനിൽ തന്നെ പോവുകയാണ്. 2 CR 2ന്റെ താഴെ അല്ലെങ്കിൽ 2.5ക്ക് താഴെ കളക്ഷൻ മാറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. അതായത് സ്റ്റഡി കളക്ഷനിൽ തന്നെ പോവുകയായിരുന്നു. എന്നാൽ ഈ ശനി ഞായർ ദിവസം, ഞായറാഴ്ചത്തെ കളക്ഷൻ കൃത്യമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ശനിയാഴ്ചയൊക്കെ നല്ല രീതിയിൽ കളക്ഷൻ കുതിച്ചുയരുന്നുണ്ടായിരുന്നു. അപ്പം 105 കോടി രൂപയുമായിട്ട് ഷാജിപ്പാപ്പനും പിള്ളേരും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഷാജിപ്പാപ്പനും പിള്ളേരും ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടാണ് വന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് മലയാള സിനിമയിലെ ബിഗ് ബഡ്ജറ്റ് സിനിമകളിൽ ഒന്നായിരിക്കും ആട് 3 എന്ന് നേരത്തെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷാജിപ്പാപ്പനും പിള്ളേരും എത്ര വരെ കളക്ട് ചെയ്യുമെന്നാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 10 ദിവസം കൊണ്ട് 105 CR കളക്ട് ചെയ്തിരിക്കുകയാണ്. അതിൽ ഗൾഫ് മേഖലയിൽ നിന്ന് 59.15 CR കളക്ട് ചെയ്തപ്പോൾ ഇന്ത്യയിൽ നിന്ന് 46.68 CR ആണ് കളക്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവരും നോക്കുന്ന ഒരു കാര്യം, എത്രത്തോളം ആട് 3യുടെ കളക്ഷൻ പോകുന്നതാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫ്രീ റണ്ണിങ് തന്നെയാണ് കുറേ ദിവസങ്ങളായിട്ട് വരുന്ന, പുതിയ ബമ്പർ റിലീസുകളൊന്നും വരുന്നില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഷാജിപ്പാപ്പനും പിള്ളേരും 150, 200 എത്തും എന്നൊക്കെ നമുക്ക് എന്തായാലും നോക്കാം. അപ്പം അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം അതുവരെ ഓക്കെ. അപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒന്ന് ചെയ്യണേ.